പ്രേക്ഷകരെ, നമ്മൾ ബജറ്റ് 2 മണിക്കൂർ 53 മിനിറ്റ് നീണ്ടുനിന്ന ചരിത്രത്തിലെ തന്നെ ദീർഘമേറിയ 4ാമത്തെ ബജറ്റ് മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുന്നത് മുഴുവനായി കേട്ടുകഴിഞ്ഞു. വിശകലനങ്ങൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മൾ വീണ്ടും ഇത്തിരി കൂടി ആഴത്തിലൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾ ഈ ബജറ്റിൽ തൃപ്തരാണോ? അവർക്ക് അനുകൂലമായ എന്തൊക്കെ കാര്യങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്? അസംഘടിത മേഖലയിൽ, അതുപോലെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന ജനങ്ങൾക്കൊക്കെ എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത് എന്നുകൂടി കേൾക്കാൻ പോകുന്ന മണിക്കൂറിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുന്നു. റോഷിബാൽ, TV പ്രസാദ്, റഹീസ് റഷീദ്, മുബഷീർ പി അക്ബർ, മനീഷ് മഹിപാൽ, സുനിഷ അയ്യലൂർ, ആദിൽ പാലോട് എന്നിവർ വിശദമായ വിവരങ്ങൾ നൽകും. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. ഞാൻ പറഞ്ഞതുപോലെ ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാർ ജീവനക്കാർ കാത്തിരുന്ന പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയത്. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. DA കുടിശ്ശിക മുഴുവൻ നൽകുമെന്നും ആദ്യ ഗഡു ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിനൊപ്പമാണെന്നും പ്രഖ്യാപനം. ജീവനക്കാർക്കുള്ള അഷ്വേർഡ് പെൻഷൻ ഏപ്രിലിൽ നൽകും. പ്രഖ്യാപനത്തിലെ ഭാഗം കേൾക്കാം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും നിലവിൽ അവശേഷിക്കുന്ന DR ഗഡുക്കൾ പൂർണ്ണമായും നൽകാൻ തീരുമാനിക്കുന്നു. DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ആദ്യ ഗഡു ബജറ്റ് വർഷത്തിൽ തന്നെ നൽകുന്നതിന് തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. അഷ്വേർഡ് പെൻഷൻ സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരമായി അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കുമെന്ന് മുൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും DR അനുവദിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 നടപ്പിൽ വരുത്തുന്നതിനുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കും. റോഷിബാൽ ചേരുന്നു വിശദാംശങ്ങളുമായി. റോഷിബാൽ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അത്തരം പ്രഖ്യാപനങ്ങളായിരിക്കില്ല, പക്ഷേ ജനക്ഷേമം മാത്രമായിരിക്കില്ല എന്നാണ് ധനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ ഈ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലത്തിന് അനുയോജ്യമായ ഒരു ബജറ്റാണെന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതിൽ സർക്കാർ ജീവനക്കാർക്കുള്ള ആശ്വാസം, അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ ജീവനക്കാർ കാത്തിരുന്നൊരു പ്രഖ്യാപനമാണ്. കാരണം ശമ്പള പരിഷ്കരണം നടക്കാത്തതിലും ഈ DAയുമായി ബന്ധപ്പെട്ടുമൊക്കെ അവർക്കൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രഖ്യാപനം. പക്ഷെ അപ്പോഴും ചോദ്യമുണ്ട്, ഈ ശമ്പള പരിഷ്കരണം അതുമായി ബന്ധപ്പെട്ടത് എപ്പോൾ നടപ്പിലാവും എന്നുള്ളതൊക്കെ. എന്തായാലും ഈ ഒരു ബജറ്റിനെ, പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളെയൊക്കെ എങ്ങനെ നമുക്ക് വിലയിരുത്താം, എങ്ങനെ ആഴത്തിൽ പരിശോധിക്കാം? ശമ്പളം പരിഷ്കരിക്കണം, DA കുടിശ്ശിക വിതരണം ചെയ്യണം എന്നതടക്കം, അതേപോലെ തന്നെ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട വലിയ എതിർപ്പ് ഉയർന്നതാണ്. ആ ഘട്ടത്തിൽ അഷ്വേർഡ് പെൻഷൻ സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനം കൂടിയാണ്. ഏതായാലും ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിക്കുമെന്ന് സർക്കാർ പല തരത്തിൽ ഉറപ്പ് നൽകിയതാണ് ചർച്ചകളിലൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ബജറ്റിൽ അത് പ്രതീക്ഷിക്കുകയും ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശമ്പളം ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. അതിൽ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ വെക്കുന്നു. 3 മാസത്തിനകം തന്നെ അത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. മാത്രവുമല്ല, അത് ഏപ്രിൽ മാസം മുതൽ തന്നെ ശമ്പളം പരിഷ്കരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കൂടിയാണ് പങ്കുവെക്കുന്നത്. അതിനൊപ്പമാണ് ഈ DA കുടിശ്ശിക വിതരണം ചെയ്യുന്നത്. DA കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപിക്കുന്നത്. അതിൽ ആദ്യ ഗഡു അത് അടുത്ത മാസം തന്നെ ശമ്പളത്തിനൊപ്പം നൽകാനുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനം. 3ാമത്തേത് പെൻഷനാണ്. അഷ്വേർഡ് പെൻഷൻ വരുന്നു. നേരത്തെ പങ്കാളിത്ത പെൻഷന് വലിയ എതിർപ്പ് ഉയർന്നതാണ്. ആ സാഹചര്യത്തിലാണ് അത് അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷൻ ഉറപ്പുവരുത്തുന്ന ഒരു പ്രഖ്യാപനം വരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ രീതിയിലുള്ള നേട്ടം തന്നെയാണെന്ന് ആ തരത്തിൽ തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടി വരും. ഓക്കെ, റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. 3 മാസത്തിനകമാണ് ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. എന്തായാലും ഈ സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അവർക്ക് ഉയർന്നിരുന്ന പരാതികൾക്കെല്ലാം ഒരു പരിഹാരം എന്ന പോലെ ആവുകയാണ്.